പൗലോസ് അപ്പോസ്തലനോടുള്ള ബന്ധത്തിൽ അതിശക്തമേറിയ ഒരു പൈശാചിക അറ്റാക്കിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയി. ആ പൈശാചിക ആക്രമണത്തിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മുൻപിൽ പൗലോസ് നെടുമ്പാട് വീണ് നിലവിളിച്ചു. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ ശൂലം എന്നിൽ നിന്ന് മാറ്റി തരണം, എനിക്കിത് താങ്ങാൻ പറ്റണില്ല. ആ സമയത്ത് പൗലോസിനോട് ദൈവം, യേശു കർത്താവ് പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. എവിടൊക്കെ ദൈവത്തിന്റെ ഗ്രേസ്, ദൈവത്തിന്റെ കൃപ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം അവന്റെ ശക്തി മാനിഫെസ്റ്റഡ് ആയിട്ടുണ്ട്. എന്റെ കൃപ നിനക്ക് മതി, ആ കൃപ നിനക്ക് ഇനഫാണ്. കൃപ മാത്രമല്ല, ആ കൃപ വെളിപ്പെട്ടാൽ വേറൊരു സാധനവും കൂടെ പുറകെ വരും. എന്റെ ശക്തി, എന്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും. നിനക്ക് ജയിക്കാൻ പറ്റാത്തത് ദൈവത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിങ്ങളെ ജയിപ്പിക്കും. ആരെങ്കിലും വീക്കായിരിക്കുന്നുണ്ടോ? ആ വീക്ക്നെസ് അനുഭവിക്കുന്ന ആ വീക്ക് പോയിന്റിലേക്ക് ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും വെളിപ്പെടട്ടെ.